ഓം ഗണപതേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം ആരണ്യകാണ്ഡത്തിലെ 51 സർഗമാണ്. കഴിഞ്ഞ സർഗം അവസാനിക്കുമ്പോൾ പക്ഷിശ്രേഷ്ഠനും രാവണനും തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ യുദ്ധത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ പിന്നീടുണ്ടായ സംഭവങ്ങളാണ് ഈ സർഗത്തിൽ പ്രതിപാദിക്കുന്നത്. ഒരു ഞെട്ടിൽ നിന്ന് പഴത്തെ ഏത് വിധം അടർത്തി മാറ്റുമോ ആ വിധത്തിൽ നിന്നെ രഥത്തിൽ നിന്ന് ഞാൻ വീഴ്ത്തും എന്ന് പക്ഷിശ്രേഷ്ഠൻ പറഞ്ഞതോടുകൂടിയാണ് 50 സർഗം അവസാനിച്ചത്. പക്ഷിശ്രേഷ്ഠൻ്റെ സംഭാഷണം കേട്ട് അമർഷം പൂണ്ട രാവണൻ പക്ഷിശ്രേഷ്ഠന് നേരെ പാഞ്ഞെടുത്തു. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഘോരതരമായി തുടർന്നു. രാക്ഷസനും പക്ഷിയും തമ്മിലുള്ള അത്ഭുതകരമായ യുദ്ധം 2 പർവ്വതങ്ങളുടേതിന് തുല്യമായ രീതിയിലാണ് പുരോഗമിച്ചത്. അതിഘോരങ്ങളായ മൊട്ടമ്പുകളും കൂരമ്പുകളും തോട്ടി അമ്പുകളും രാവണൻ പക്ഷിശ്രേഷ്ഠന് നേരെ പ്രയോഗിച്ചു. പക്ഷിരാജാവ് ആ രാവണ ശരജാലങ്ങളെ തടുത്തു. കാലുകൾ കൊണ്ടും കൂർത്ത നഖങ്ങൾ കൊണ്ടും ആ മഹാബലനായ പക്ഷി സത്തമൻ രാവണ ശരീരത്ത് മുറിവുകൾ ഉണ്ടാക്കി. അപ്പോൾ രാവണൻ ഘോരങ്ങളായ 10 ബാണങ്ങൾ ഒന്നിച്ചെടുത്ത് പക്ഷിക്ക് നേരെ പ്രയോഗിച്ചു. നിശിതങ്ങളും തീഷ്ണങ്ങളും ഘോരങ്ങളുമായ ആ അമ്പുകൾ മഹാവീര്യവാനായ പക്ഷിശ്രേഷ്ഠൻ്റെ ശരീരത്തിലെ ആഞ്ഞ് തറച്ച് ശരീരം പിളർന്നു. അപ്പോൾ പക്ഷിശ്രേഷ്ഠൻ രാക്ഷസ രഥത്തിലെ നിറകണ്ണുകളോടെ ഇരിക്കുന്ന ജാനകിയെ കണ്ട് ആ ബാണങ്ങളെ വകവയ്ക്കാതെ രാക്ഷസന് നേരെ പറന്നെടുത്തു. ജാനകി ആ തേരിലിരിക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ മുറിവ് കണക്കിലെടുക്കാതെ രഥത്തിന് നേരെ സമീപിച്ചത്. പക്ഷിശ്രേഷ്ഠൻ തൻ്റെ കാലുകൊണ്ട് രാവണനെ എതിരിട്ടു. രാവണനെ വില്ല് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. ക്രോധമൂർച്ഛിതനായ രാവണൻ മറ്റൊരു വില്ലെടുത്ത് 100ഉം 1000ഉം എന്ന കണക്കിലെ ശരജാലങ്ങൾ വർഷിച്ചു. ആ ബാണങ്ങൾ ഒന്നാകെ പക്ഷിശ്രേഷ്ഠന് നേരെ വന്നപ്പോൾ അഴിക്കുള്ളിൽപ്പെട്ട ഒരു അവസ്ഥയാണ് പക്ഷിശ്രേഷ്ഠനുണ്ടായത്. കുറച്ച് ശരങ്ങൾ ചിറകുകൊണ്ട് കുടഞ്ഞ് വീഴ്ത്തി, കുറച്ച് കാലുകൾ കൊണ്ട് അടിച്ച് മാറ്റി ആ വില്ലും ഓടിച്ചു. രാവണൻ്റെ കവചത്തെ ചിറകടി കൊണ്ട് പറപ്പിച്ച് കളയുകയും ചെയ്തു. അതിനുശേഷം നുകത്തണ്ടുകളുള്ളതും ഇഷ്ടമുള്ളിടത്തേക്ക് പറപ്പിക്കാനാകുന്നതും അഗ്നി പോലെ തേജസ്സുറ്റതും രത്നനിർമ്മിതവുമായ സോപാനങ്ങളോട് കൂടിയ തേരും തകർത്തു. ഛത്രവും ചാമരങ്ങളും അത് വഹിച്ചിരുന്ന രാക്ഷസന്മാരെയും ജടായു അടിച്ചു വീഴ്ത്തി. രാവണ സാരഥിയുടെ വലിയ തലയും ശക്തിമാനായ പക്ഷിരാജാവ് കൊക്കുകൊണ്ട് കൊത്തിയെടുത്തെറിഞ്ഞു. ഇത്രയും സംഭവങ്ങളായപ്പോഴേ രാവണൻ വൈദേഹിയെ ഒക്കത്തെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് ചാടി. ചില വ്യാഖ്യാനങ്ങളിൽ ഭൂമിയിലേക്ക് വീണു എന്നാണ് കാണുന്നത്. മറ്റു മാർഗമില്ലാതെ ഭൂമിയിലേക്ക് ചാടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ രാവണൻ്റെ അവസ്ഥ കണ്ട് സമസ്ത ഭൂതങ്ങളും പക്ഷിരാജാവിനെ പുകഴ്ത്തി. ആ പക്ഷിരാജാവിന് പ്രായം കൊണ്ടുള്ള ക്ഷീണമുണ്ട് എന്ന് കണ്ട് സന്തോഷിച്ച് രാവണൻ മൈഥിലിയെയും എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് പൊങ്ങി. ആ യുദ്ധസാധനങ്ങൾ തകർന്നപ്പോൾ ഗഡ്ഗം ഏന്തിക്കൊണ്ട് ഒക്കിലെ ജനകജയെ വഹിച്ചും കൊണ്ട് സന്തുഷ്ടനായി പോകുന്ന രാവണനെ പക്ഷിരാജാവ് തടഞ്ഞു നിർത്തി ഇപ്രകാരം പറഞ്ഞു: വജ്രതുല്യമായ ബാണങ്ങളുള്ള രാമൻ്റെ ഭാര്യയായ വിളയെ അല്പബുദ്ധേ നീ ഹനിക്കുന്നു. ഇത് രാക്ഷസ വംശത്തിൻ്റെ നാശത്തിനായിട്ട് തന്നെയാണ്. ദാഹിച്ച് വലയുന്നവൻ വെള്ളം കുടിക്കും പോലെ മിത്രങ്ങളോടും അമാത്യന്മാരോടും സൈന്യത്തോടും കൂടി നീ വിഷം പാനം ചെയ്യുകയാണ്. ഇപ്പോൾ കാര്യം നോക്കി കാണാൻ കഴിവില്ലാത്തവരെ വരും വരായികൾ അറിയാതെ വേഗത്തിൽ നശിച്ചു പോകുന്നു. ആ അവസ്ഥയാണ് നിനക്കും സംഭവിക്കാൻ പോകുന്നത്. ചൂണ്ട വിഴുങ്ങിയ മത്സ്യത്തിൻ്റെ അവസ്ഥയിലാണ് നിൻ്റെ
ഭാവി. നിനക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയില്ല. നീ ചെയ്തതിനെ രാമലക്ഷ്മണന്മാർ ഒരിക്കലും പൊറുക്കുകയില്ല. നീ ചെയ്തത് വീരമാർഗമല്ല, ചോരമാർഗമാണ്. അത് ലോകത്ത് പഴിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് നീ മനസ്സിലാക്കണം. നീ ശൂരനാണെങ്കിൽ ഓടിപ്പോകാതെ അല്പസമയം അവിടെ നിന്ന് യുദ്ധം ചെയ്യണം. അപ്പോൾ ഖരന് പറ്റിയ രീതിയിൽ നിനക്കും സംഭവിക്കും. മരണമടുത്തവൻ ചെയ്യുന്ന പാപകർമ്മമാണ് നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ജടായു രാവണൻ്റെ പുറകിൽ ചാടി വീണു. രാവണൻ്റെ മുതുക്ക് നഖങ്ങൾ കൊണ്ട് കീറി പിളർന്നു. കൊക്കുകൊണ്ട് മൂടി പറിച്ചെടുത്തു. നഖങ്ങളും കൊക്കും ചിറകും ആയുധങ്ങളാക്കി ജടായു രാവണനെ എതിരിട്ടു. ഒക്കത്ത് വൈദേഹി ഇരിക്കുന്ന ആ സ്ഥിതിയിൽ ക്രോധ മൂർച്ഛിതനായ ആ രാവണൻ കൈകൊണ്ട് ഊക്കോടെ ജടായുവിനെ അടിച്ചു. അടിയിൽ നിന്ന് ഒഴിഞ്ഞ പക്ഷിശ്രേഷ്ഠൻ രാവണൻ്റെ ഇടത് കൈകൾ 10 മുറിച്ചു വീഴ്ത്തി. എന്നാൽ അത് പെട്ടെന്ന് മുളച്ച് വരികയുണ്ടായി. അപ്പോൾ രാവണൻ മുഷ്ടികൾ കൊണ്ടും കാലുകൾ കൊണ്ടും പക്ഷിരാജാവിനെ തൊഴിച്ചു. യുദ്ധം അല്പസമയം നീണ്ടു നിന്നപ്പോൾ രാവണൻ വാൾ വലിച്ചൂരിയെടുത്ത് 2 ചിറകുകളും 2 കാലുകളും വെട്ടി വീഴ്ത്തുകയുണ്ടായി. അങ്ങനെ പക്ഷിശ്രേഷ്ഠൻ അപകടാവസ്ഥയിൽ ഭൂമിയിലേക്ക് പതിച്ചു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ട അവസ്ഥയിൽ താഴത്ത് നിർത്തപ്പെട്ട സീതാദേവി ചോരയിൽ കുതിർന്ന് താഴെ വീണ ജടായുവിനെ സ്വജനത്തെ എന്ന പോലെ കണ്ട് ഓടിച്ചെന്നു. വളരെ ശക്തനും ഉദാര്യ വീരനുമായ ജടായുവിനെ അല്പസമയം ലങ്കാധിപതി നോക്കി നിന്നു. സീത പക്ഷിശ്രേഷ്ഠനെ തഴുകിക്കൊണ്ട് രോദനം ചെയ്തു. ഇത്രയും വിവരങ്ങളാണ് 51ാമത് സർഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി വിവരങ്ങൾ അടുത്ത സർഗത്തിൽ നമുക്ക് നാളെ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.